എന്റെ കല്യാണമായി. ഞാൻ നിങ്ങൾക്ക് ആരും പറയില്ല. അനീഷേട്ടനാണ് ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നുമില്ല. എന്തൊക്കെ നിനക്ക് അറിയണ്ടേ? കാര്യം ചെയ്യും. നാളെ നിന്റെ വീട്ടിലാണ് നിനക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അനുമോളുടെ കല്യാണമായോ, അനുമോൾ എത്ര സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്, അനീഷേട്ടനാണോ കെട്ടുന്നേ, എല്ലാത്തിനും മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ടെന്നേ. പ്രേക്ഷകർ ഇഷ്ടം നേടി, വോട്ട് നേടി അവർ വിജയിച്ചിട്ട് പുറത്തു വരുമ്പോ കൂടെ മത്സരിച്ചവർക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അനീഷേട്ടനെയാണോ കെട്ടുന്നതെന്ന് എന്തായാലും അവനും ചുറ്റ മറുപടി കൊടുത്തിട്ടുണ്ട്. ആളെ തെരഞ്ഞു പിടിച്ച് നീ ലട ചോദിച്ചേ എന്ന് പറഞ്ഞിട്ട് അവന് എണ്ണക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് എന്താ വേറെ ചെക്കന്മാരില്ലാത്തോണ്ടാണോ അനീഷിനെ കെട്ടണം എന്ന് പറയുന്നവരൊക്കെ, അല്ലെങ്കിൽ അനീഷിനെ കെട്ടാനായിട്ട് ഇവരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്? കുറേ എണ്ണങ്ങളുടെ ഒരു ചോദ്യം, ആ ചോദ്യം ഉണ്ടല്ലോ കിടിലം മറുപടിയാണ് അനുമോൾ കൊടുക്കുന്നത്. ആ മറുപടി കണ്ടിട്ട് സത്യം പറയാലോ ഇങ്ങനെ വേണം, ഇവരെയൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തു. കുട്ടി നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അഹങ്കാരമാണ്, ഇപ്പോൾ വിന്നറായപ്പോൾ അഹങ്കാരമായി എന്നൊക്കെ പറയുകയാണെങ്കിൽ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ അനുമോളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ കമൻറ്റ് ബോക്സിൽ അനുമോളുടെ പാവാടവള്ളി, അനുമോളുടെ പാവാട, നിനക്ക് വേറെ പണിയില്ലേ, അനുമോളായിട്ട് ജീവിക്കുന്നു, എന്താ കമൻറ്റ് കാണണം. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടോളൂ. കഴിഞ്ഞ ദിവസം ബിനീഷ് മാസ്റ്ററിൻ്റെ നമ്മുടെ ടീമിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ വന്നത്. മധുരം വെപ്പിനൊന്നും ആൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് നല്ല അതീവ സുന്ദരിയായി എത്തിയിരിക്കുകയാണ്. നല്ല കിടിലം സാരിയൊക്കെ കൊടുത്ത് കല്യാണത്തിനും, പിന്നെ വൈകുന്നേരം റിസപ്ഷൻ ആണെങ്കിൽ അതിലും കിടിലം ലുക്ക്. എൻ്റെ പൊന്നു മക്കളെ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വെക്കാട്ടോ. അങ്ങനെ അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി അനുമോൾ വരുന്ന സമയത്ത് അനുമോളോട് കുറേ എണ്ണങ്ങളുടെ ഒരു ചോദ്യം, ആ ചോദ്യം ഉണ്ടല്ലോ കിടിലം മറുപടിയാണ് അനുമോൾ കൊടുക്കുന്നത്. ആ മറുപടി കണ്ടിട്ട് സത്യം പറയാലോ ഇങ്ങനെ വേണം, ഇവരെയൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു ഇത് കാണുമ്പോൾ ഒരുപക്ഷെ പലരും പറഞ്ഞേക്കാം എന്തൊരു അഹങ്കാരമാണ്, ഇപ്പോൾ വിന്നറായപ്പോൾ അഹങ്കാരമായി എന്നൊക്കെ പറയുകയാണെങ്കിൽ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അതിന് അഹങ്കാരം എന്നല്ല പറയണ്ടേ, ധൈര്യം എന്നാണ് പറയണ്ടേ. എന്തു പറഞ്ഞാലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുമോൾ ഉണ്ടായിരുന്നു. അനുമോളുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് മറ്റൊരു ലേഡി ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ എന്ത് കേട്ടാലും വിഷമിച്ചിരിക്കുന്ന, കരയുന്നൊന്നും പറയുന്നില്ല, എന്നാൽ അത്രയ്ക്ക് ധൈര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ്. ഇതേപോലെ സൈബർ ബുള്ളിങ് നേരിട്ട് അവസാനം ആളും പ്രതികരിച്ചു തുടങ്ങി. ദിൽഷനെ ആരും മറന്നു കാണില്ലല്ലോ അല്ലെ. അപ്പോൾ ദിൽഷ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ കുട്ടി നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നീട് മാധ്യമങ്ങളാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്തരത്തിലായിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് പോലും പറ്റാത്ത നിന്ന ഒരു അവസ്ഥയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു ദിൽഷയാണ് കണ്ടത്. അതായത് എന്ത് ചോദ്യം മീഡിയാസ് ചോദിക്കുന്നോ ചുട്ട മറുപടി ദിൽഷയുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം അനുമോളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ദിൽഷനാണ് ഓർമ്മ വന്നത്. ബിഗ് ബോസിൽ ഒരു ലേഡി കപ്പെടുത്താൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ്. എന്താ ആണുങ്ങൾക്ക് മാത്രം കപ്പുയർത്താൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് കപ്പുയർത്താൻ പറ്റില്ല? ദിൽഷ കപ്പുയർത്തിയപ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അനുമോള് കപ്പുയർത്തിയപ്പോഴും ഒരുപാട് പേർക്ക് സഹിക്കാതെ അവർ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്. ഒരു ബിഗ് ബോസ് വീടിനകത്ത് ഒരാഴ്ച നിന്നവർക്ക് പോലും അറിയാം അതിനുള്ളിൽ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ 100 ദിവസം നിന്ന് പ്രേക്ഷകർ ഇഷ്ടം നേടി, വോട്ട് നേടി അവർ വിജയിച്ചിട്ട് പുറത്തു വരുമ്പോൾ കൂടെ മത്സരിച്ചവർക്കാണ് സഹിക്കാൻ പറ്റാത്തത്. അവർ വന്നിട്ട് ഒരു സപ്പോർട്ടും കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ കൂടെ മത്സരിച്ചാണ്, നമ്മുടെ കൂടെ ഇത്ര ദിവസം നിന്നവരാണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാതെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്. ഒരാത്തേനും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ളൊരു ബുള്ളിങ്ങും ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ധൈര്യം വരും. ആ ധൈര്യമാണ് കേട്ടോ ഞാൻ അനുമോളുടെ മുഖത്ത് കണ്ടത്. ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അനുമോളുടെ കല്യാണമായോ, അനുമോൾ എത്ര സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കുന്നത്, അനീഷേട്ടനാണോ കെട്ടുന്നേ, എല്ലാത്തിനും മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ടെന്നേ. പുതിയ വിശേഷം, എന്റെ കല്യാണമായി. കണ്ടന്റ് കിട്ടിയില്ലേ? മറക്കോ? എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആരും പറയില്ല, ഒരിക്കലും പറയില്ല. ഒരിക്കലും അറിഞ്ഞും വരാൻ സാധ്യതയില്ല. നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാര്യം അനീഷ് എന്നാണ് ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നുമില്ല. അവന് ക്ലിപ്പ് എടുത്താൽ പോരെ, അല്ലെങ്കിൽ അതിന് അനുമോള് വേണ്ട കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ അവനൊരു ചോദ്യം അനീഷേട്ടനാണോ എന്ന്. എന്താ ഈ ലോകത്ത് അനീഷ് മാത്രമേ ഉള്ളൂ? അല്ല, രണ്ടാം ഘട്ടം ഒരു പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല.
നല്ലൊരു മനുഷ്യനാണ്, അനീഷിന് നല്ലൊരു മനുഷ്യനായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും കാണുന്നത് കേട്ടോ. എന്ന് കരുതിക്കൊണ്ട് ഈ ലോകത്ത് എന്താ വേറെ ചെക്കന്മാരില്ലാത്തതുകൊണ്ടാണോ അനീഷിനെ കെട്ടണം എന്ന് പറയുന്ന ഇവരൊക്കെ, അല്ലെങ്കിൽ അനീഷിനെ കെട്ടാനായിട്ട് ഇവരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്? ഇത്രയും സുന്ദരിയായ ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിക്കാണോ ചെക്കനെ കെട്ടാൻ ബുദ്ധിമുട്ട്? ചെക്കന്മാരൊക്കെ ഊന്നിക്കായിരിക്കും. അതിനിടയിലാണ് അവനൊരു ചോദ്യം, അനീഷേട്ടനെയാണോ കെട്ടുന്നതെന്ന്. എന്തായാലും അവന് ചുറ്റം മറുപടി കൊടുത്തിട്ടുണ്ട്. ആളെ തെരഞ്ഞു പിടിച്ച് നീ അല്ലടാ ചോദിച്ചേ എന്ന് പറഞ്ഞിട്ട് അവന് എണ്ണക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. അനീഷേട്ടനാണ് ഈ ലോകത്ത് ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നുമില്ല. അനീഷിന്റെ പേന അതാ. അത് കേട്ട് ചിരിക്കാൻ കുറെ എണ്ണങ്ങൾ എന്തൊക്കെ കളിക്കാനായിട്ട് നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. അടുത്ത ചോദ്യം കേട്ടാ, സ്വർണത്തിന് വില കൂടിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പേടിയുണ്ടോ? എത്ര സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട്? ഈ സ്വർണത്തിന്റെ വില കൂടുന്നത് പേടിയുണ്ടോ? ഞാൻ മേടിക്കുന്നില്ലല്ലോ, എനിക്ക് ഞാൻ മേടിക്കേണ്ട സന്ദർഭം വരുമല്ലോ. അത് ഉറപ്പായിട്ടും എല്ലാരും പേടിക്കുന്ന കാര്യമല്ലേ. പേടിക്കുന്നു. അപ്പൊ ഈ കല്യാണത്തിൻ്റെതൊക്കെ എങ്ങനെയായിരുന്നു അനുവിന്റെ? ഓൾറെഡി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 150. കെട്ട ഉദ്ദേശം ഉണ്ടോ? ഇല്ല. മേടിച്ചു വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ നിനക്ക് അറിയണ്ടേ? ചോദിക്കാം. ഒരു സേവിങ്സ് ആണല്ലോ. കാര്യം ചെയ്യും, നാളെ നിന്റെ വീട്ടിൽ വാ, നിനക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇല്ല അപ്പൊ ഫോൺ നടത്തില്ല, ഞാൻ എല്ലാം ചോദിക്കും. എന്തൊക്കെയാണ് അവൻ അറിയണ്ടേ? സ്വർണ്ണം എത്ര വാങ്ങി വെച്ചിട്ടുണ്ട്, 150 പവനുണ്ടോ എന്നൊക്കെ. എന്നിട്ട് വേണം കണ്ട കള്ളന്മാരൊക്കെ ആ വീട്ടിൽ കയറിയിട്ടുള്ള സ്വർണ്ണം എടുത്തിട്ട് പോവാൻ. ചേച്ചി മഴ പെയ്യുന്നുണ്ട്, സൗന്ദര്യം മേക്കപ്പ് ആണോ എന്നേട്ടാ? അങ്ങനെ മേക്കപ്പ് വരാന്തയിലൂടെ നടന്നു നിങ്ങൾ അനുമോള് സാധാരണ ആൾക്കാരെ പോലെ ഭക്ഷണം കഴിക്കുന്നു, സാധാരണ ആൾക്കാരെ പോലെ ഇരിക്കുന്നു, നടക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ തന്നെ ഒരു ക്യാപ്ഷൻ പറയാണ്, ഇപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയും സാധാരണ ആൾക്കാരെ പോലെ അനുമോള് നടക്കുന്നു എന്ന്. അവനുള്ള മറുപടി അവന് ഇടാൻ പറ്റിയ ഒരു ക്യാപ്ഷനും കൂടെ അനുമോള് കൊടുത്തിട്ടുണ്ട്. സാധാരണ ആൾക്കാരെ പോലെ തെറി പറയുന്നു. സാധാരണ ആൾക്കാരെ പോലെ വെള്ളം കുടിക്കുന്നു, സാധാരണ ആൾക്കാരെ പോലെ ഫുഡ് കഴിക്കുന്നു, സാധാരണ ആൾക്കാരെ പോലെ നോക്കുന്നു, സാധാരണ ആൾക്കാരെ പോലെ നടക്കുന്നു. എന്തൊക്കെയാണ് നമ്മളെല്ലാവരും സാധാരണ ആൾക്കാരാ. എല്ലാവരും ദൈവം ഒരുപോലെ തന്നെ സൃഷ്ടിച്ചത്. ചേച്ചിനെ മാത്രം കുറച്ച് സൗന്ദര്യം കൂടുതലുണ്ട്. അങ്ങനെയാണ്, ദൈവം എല്ലാവർക്കും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ അഹങ്കാരം ഉള്ളവർക്ക് മാത്രം ശരി സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുപാട് വർഷമായിട്ട് കാത്തിരുന്ന ഒരു കല്യാണം ഉണ്ടോ, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ടുള്ള ഒരു പ്രണയ സാഫല്യമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന അനുമോളുടെ കല്യാണമാണ്. അനുമോൾ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കല്യാണമാണ്, ഞാൻ ആരോടും പറയില്ല, പ്രത്യേകിച്ച് മീഡിയാസിനോട് പറയില്ല. അപ്പം അനുമോൾ എന്ത് ചെയ്യുന്നു, അനുമോൾ എവിടെ തുമ്മുന്നു, എവിടെ നടക്കുന്നു എന്നൊക്കെ നോക്കി നടക്കുന്ന ഇവർക്ക് അനുമോളുടെ കല്യാണമൊക്കെ എവിടെ എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാനാണോ ബുദ്ധിമുട്ട്? അനീഷേട്ടനാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്നവരുണ്ട്. അനീഷേട്ടനല്ല, അനീഷേട്ടൻ ഫ്രീ ആണ്. അനീഷേട്ടനല്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. കേരളത്തിൽ വേറെയും ചെക്കന്മാരൊക്കെ ഉണ്ട്. മറുപടിയും കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം വേണ്ട. അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ കളിച്ച് പുറത്തിറങ്ങിയിട്ട് ആ വിജയായി നിൽക്കുന്ന ആ കുട്ടീനെ എന്തുമാത്രമാണ് ഇവരെല്ലാവരും കൂടി വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. പൊള്ളയായ വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വിട്ടുകളയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് തോന്നിയ കാര്യം മുഖത്ത് നോക്കി പറയുന്നത്. ഈ അനുമോളെ തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് വീടിനകത്തും കണ്ടത്. പ്യുവർ ആയിട്ടുള്ള ഓരോ സോള്. ആരെയും സുഖിപ്പിച്ച് പതപ്പിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അഭിനയമൊക്കെ സീരിയലിലും മതിയല്ലേ, ജീവിതത്തിൽ എന്തിനാ അതൊക്കെ എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അത്തരത്തിലല്ല കേട്ടോ. വീടിനകത്ത് അഭിനയിച്ച് നിന്നവരും പുറത്തും അഭിനയമൊക്കെ വിനയകുനീയമായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് എപ്പോഴെങ്കിലൊക്കെ അത് പൊളിഞ്ഞ് താഴെ വീഴും. ഓരോന്നൊക്കെ ഇടിഞ്ഞു പിടിഞ്ഞതൊക്കെ തുടങ്ങി. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും